ഇന്നത്തെ ടോപ്പിക് ക്രിച്ചോഫ് ലോസ് ആണ്. ഇന്നത്തെ ടോപ്പിക് അതിന് മുൻപായിട്ടുള്ള കൊടുത്തിട്ടുള്ള കുറേ ടോപ്പിക്സ് ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടണം കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം, കുഴപ്പമൊന്നുമില്ല. റെസിസ്റ്ററിൻ്റെ കളർ കോഡിങ് പ്രോബ്ലംസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ ആരും ഡൗട്ടൊന്നും ചോദിച്ചില്ല. അപ്പം എന്താ മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക് ക്രിച്ചോഫ് ലോസ്. ഓക്കെ, സോ ക്രിച്ചോഫ് ലോസ് എന്ന് പറയുന്നത്, ഒരു ക്രിച്ചോഫ് എന്ന് പറയുന്ന ഒരാളാണ് ഈ ലോസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അവരുടെ പേര് തന്നെ ഈ ലോസിന് വച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഈ ക്രിച്ചോഫ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ക്രിച്ചോഫ് കറണ്ട് ലോ എന്ന് പറയാം. നമുക്ക് രണ്ട് ലോസ് ഉണ്ട്. ക്രിച്ചോഫിൻ്റെ ലോസ് രണ്ട് ലോസ് ഉണ്ട്. ഒന്ന് ക്രിച്ചോഫ് ഫസ്റ്റ് ലോ, നെക്സ്റ്റ് ക്രിച്ചോഫ് സെക്കൻഡ് ലോ. ഈ ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ക്രിച്ചോഫ് കറണ്ട് ലോ എന്ന് പറയും. ഓക്കെ, ഈ ക്രിച്ചോഫ് കറണ്ട് ലോ നമുക്ക് ഷോർട്ടായിട്ട് പറയുന്നത് KCL. ഓക്കെ, നമുക്ക് KCL എന്ന് പറയും. ഓക്കെ, സോ ക്രിച്ചോഫ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ക്രിച്ചോഫ് കറണ്ട് ലോ KCL എന്ന് പറയും. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അക്കോർഡിംഗ് ടു ക്രിച്ചോഫ് കറണ്ട് ലോ, the total current entering a junction or a node is equal to the charge leaving the node as no charge is lost. Okay, ഈ പിക്ചർ ഒന്ന് നോക്കണം. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് പറയും. ആ യെല്ലോ കളർ കൊടുത്തിട്ടുണ്ടല്ലേ, ഒരു യെല്ലോ കളർ സർക്കിൾ ഏരിയ. ഈ ഏരിയ നമുക്ക് ആ വച്ചിട്ടുള്ള അത് നമ്മൾ പറയുന്നത് ജംഗ്ഷൻ അല്ലെങ്കിൽ നോഡ് എന്ന് പറയും. ഓക്കെ, ആ ജംഗ്ഷൻ അല്ലെ നോഡ് എന്ന് പറയും. ഇതൊക്കെ നമുക്ക് ലൈൻസാണ്. ഓക്കെ, I1 ഫസ്റ്റ് ലൈനിൽ ഫ്ലോ ആവുന്ന കറണ്ട് I1, നെക്സ്റ്റ് I2, I3, I4, I5 ഇങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ I1, I2, I3, I4, I5 ഈ I1, I2, I3 ഈ ജംഗ്ഷൻ നോക്കി വരണ കറണ്ടാണ്. ഓക്കെ, ആ പിക്ചർ നല്ലോണം ശ്രദ്ധിക്കണം. I1, I2, I3 ഈ മൂന്ന് കറണ്ടും ആ ജംഗ്ഷൻ നോക്കി വരണ കറണ്ടാണ്. ബട്ട് I4 ആൻഡ് I5 ജംഗ്ഷനിൽ നിന്ന് പുറത്ത് വരണ കറണ്ടാണ്. ഓക്കെ, സോ ഇതിലിരുന്ന് മനസ്സിലാക്കാനുള്ള കാര്യമാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. ഒരു ജംഗ്ഷനിൽ എത്ര കറണ്ട് എൻ്റർ ആകണോ അത്ര കറണ്ടും ലീവ് ആകും. എൻറ്ററിങ്ങും എത്രയോ അത്രയും നമുക്ക് ലീവ് ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. ഒരു ജംഗ്ഷനിൽ നമുക്ക് കറണ്ട് എപ്പോഴും 0 ആണ്. ഓക്കെ, സോ അതാണ് ഈ ക്രിച്ചോഫ് ലോ പറയുന്നത്. The total current entering a junction or node is equal to leaving the current. The total leaving the current equal എത്ര amount of current ആ ജംഗ്ഷനിൽ വരണോ അത്ര amount of current ലീവ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഒരു ലോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ്. ഈ ലോ പ്രകാരമാണ് നമുക്ക് ഇവിടെ ഫീൽഡിലാണെങ്കിലും ശരി ഒരു ജംഗ്ഷനിലെ കറണ്ട് 0 ആ. ഓക്കെ, ഇപ്പം ഇവിടെ ഒന്ന് നോക്കണം. കണ്ടോ, I1, I2, I3 ആ ജംഗ്ഷൻ നോക്കി വരുന്നുണ്ട്. അതിന് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. I1 പ്ലസ് I2 പ്ലസ് I3. ദെൻ ഈ I4, I5 പുറത്ത് വരണം അല്ലേ, ആ ജംഗ്ഷനിൽ നിന്ന് പുറത്ത് വരണ കറണ്ടാണ്. സോ -I4 -I5 ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ മൈനസിங்கிற ഒരു സിമ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇപ്പുറത്തെ സൈഡ് ഈക്വൽ ടു അപ്പുറത്തെ സൈഡ് വരുമ്പോൾ അത് പ്ലസ് ആവും. ഓക്കെ, അതാണ് ഇവിടെ നോക്കണം. I1 പ്ലസ് I2 പ്ലസ് I3 -I4 -I5 ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ -I4 -I5 ഈക്വൽ ടു അപ്പുറത്തെ സൈഡ് വന്നെങ്കിൽ അത് I4 പ്ലസ് I5 ആവും. അപ്പോൾ നമുക്ക് ആക്ച്വലി നമുക്ക് കിട്ടുന്ന വാല്യൂ I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I4 പ്ലസ് I5. ഓക്കെ, I1 .
ഓക്കെ, സോ ഇവിടെ എഴുതാം I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു I4 പ്ലസ് I5. സോ ഇങ്ങനെയാണ് നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് പറയുന്നത് ടോട്ടൽ കറണ്ട് എൻറ്ററിങ് നമുക്ക് കറണ്ട് I1 I2 I3 ആണ്, ലീവിങ് I4 I5 ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ ആണോ? സോ ഇതാണ് ഈ ലോസ് പറയുന്നത്. ദെൻ ക്രിച്ചോഫ് സെക്കൻഡ് ലോ അല്ലെങ്കിൽ ക്രിച്ചോഫ് വോൾട്ടേജ് ലോ എന്ന് പറയും KVL. According to Kirchhoff voltage law, the total voltage around a loop equals the sum of every voltage drop in the same loop for any closed network and equals 0. Okay, so ഈ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവില്ല തോന്നണം. ഞാൻ ഈ പിക്ചർ വെച്ചിട്ട് തന്നെ പറയാം. അതിന് വേണ്ടിയിട്ടാണ് ആ പിക്ചർ തരേണ്ടത്. ഇവിടെ നോക്കണം, ഇവിടെ R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അപ്പം ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു കമ്പോണൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഓക്കെ, സോ ഇവിടെ ഒരു ABCD എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അതിൽ 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് 4 റെസിസ്റ്റൻസ് ഉണ്ട്. ഈ റെസിസ്റ്റൻസ് എല്ലാത്തിനും നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, അതാണ് പറയുന്നത് VAB പ്ലസ് VBC പ്ലസ് VCD പ്ലസ് VDS ഈക്വൽ ടു 0. നമുക്ക് എത്ര വോൾട്ടേജ് ഡ്രോപ്പ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരും എന്ന് വെച്ചാൽ ആൻസർ 0 ആണ് വരും. വോൾട്ടേജ് ഡ്രോപ്പ് നമ്മളൊരു സപ്ലൈ വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യും, ദെൻ അതിന് ചുറ്റുമുള്ള സർക്യൂട്ടിൽ തന്നെ വോൾട്ടേജ് ഡ്രോപ്സ് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. അതാണ് ഈ ലോ പറയുന്നത്. The voltage around a loop equals the voltage around a loop equals the sum of every voltage drop in the same loop. മനസ്സിലായോ? ഒരു സർക്യൂട്ടിൽ നമുക്കൊരു വോൾട്ടേജ് ഉണ്ടാവും, ഒരു വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും, അത് അവിടെ ഉള്ള വോൾട്ടേജ് ഡ്രോപ്സ് എല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടേയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0. ഓക്കെ, അവിടെ നമുക്ക് എവിടെയും ഒരു വോൾട്ടേജ് നമുക്ക് എന്താണ് ഒരു സർക്യൂട്ടിൽ നമുക്കൊരു വോൾട്ടേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത് ഒരു സർക്യൂട്ടിലുള്ള സം ഓഫ് ഓൾ ദി വോൾട്ടേജ് ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ is equal to 0. ഓക്കെ, സോ ഇതിനുള്ള പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവും. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ വേണമെങ്കിൽ നോട്ടായിട്ട് ഇട്ട് തരാം. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് കൂടെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്കൊരു വോൾട്ടേജ് ഒരു സപ്ലൈ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ അവിടെ തന്നെ നമുക്ക് റെസിസ്റ്റൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്സിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് ഇതിനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 0 ആകും. ഓക്കെ, അപ്പോൾ 2-3 സംസ് ഞാൻ അയച്ചു തരാം. ഓക്കെ, സോ ഫസ്റ്റ് കറണ്ട് ഡിവിഷൻ റൂളാണ്. ഈ കറണ്ട് ഡിവിഷൻ റൂള് പിന്നെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട്. സോ ഫസ്റ്റ് ഈ കറണ്ട് ഡിവിഷൻ റൂൾ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വന്നിട്ട് അത് വെച്ചിട്ടാണ് നമുക്ക് ഈ കറണ്ട് വോൾട്ടേജ് നമുക്ക് ഡിവൈഡ് ആവണം. ഓക്കെ, ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ്, വേറൊരു സർക്യൂട്ടിൽ എങ്ങനെയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഈ കറണ്ട് ഡിവിഷൻ റൂൾ നോക്കാം. നമുക്ക് ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാവണം ഇത് ഏത് സർക്യൂട്ടാണ്, ഒരു സീരീസ് സർക്യൂട്ടാണ്, ഒരു പാരലൽ സർക്യൂട്ടാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കിയാലേ ഈ കറണ്ട് ഡിവിഷൻ റൂൾ ആണെങ്കിലും വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആണെങ്കിലും മനസ്സിലാവും. ഓക്കെ, അപ്പം ഒരു സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവനും ഇത് ഏത് സർക്യൂട്ടാണ്, ഒരു സീരീസ് ആണോ അല്ലെങ്കിൽ ഒരു പാരലൽ സർക്യൂട്ടാണോ മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഇത് ഏത് സർക്യൂട്ട് എന്ന് വെച്ചാൽ ഒരു പാരലൽ സർക്യൂട്ടാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ ബ്രാഞ്ചസ് ആയിട്ടാണ് വരണത്. ഓക്കെ, സോ ഇവിടെ കണ്ടോ. ഓക്കെ, നമുക്ക് ഇതൊരു ബ്രാഞ്ച്, ഇതൊരു ബ്രാഞ്ച് ആയിട്ടാണ് വരണത്. നമുക്ക് 2 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു പാരലൽ സർക്യൂട്ട് ആണെങ്കിൽ നമുക്ക് കറണ്ട് എപ്പോഴും ഡിവൈഡ് ആവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്കൊരു ഒരു കറണ്ട് ഇവിടെ ഉണ്ടായെങ്കിൽ ഇവിടെ I1 കറണ്ടും ഇവിടെ I2 കറണ്ടുമാണ് ഫ്ലോ ആവുന്നത്. ഓക്കെ, നമുക്ക് 2 ബ്രാഞ്ച് ആയിട്ടുണ്ട്, I1 I2 കറണ്ട് ഡിവൈഡ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ കറണ്ട് നമുക്ക് മെഷർ ചെയ്യണം. ഒരു അമ്മീറ്റർ കൊണ്ട് കറണ്ടിനെ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ I1 ആ കറണ്ട് എത്ര എമൗണ്ട് ഓഫ് റീഡിങ് നമുക്ക് കാണിക്കാൻ പറ്റുമെന്നോ, ഇപ്പം ഇവിടെ I2 കറണ്ട് നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് കാണിക്കാൻ പറ്റുമെന്നോ നമുക്ക് എന്താണ് തിയററ്റിക്കലായിട്ട് നമുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക്
ആ അമ്മീറ്റർ ഏത് വാല്യൂ കാണിക്കണം അത് തന്നെ ഇവിടെയും നമുക്ക് തിയററ്റിക്കലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, സോ അതാണ് കറണ്ട് ഡിവിഷൻ റൂള്. നമുക്ക് തിയററ്റിക്കലും പ്രാക്ടിക്കലും നമുക്ക് സെയിം ആയിട്ടിരിക്കണം, ഏകദേശം സെയിം ആയിട്ടാണ് പറയണത്. ഓക്കെ ഓക്കെ സോ ഇവിടെ നമുക്ക് ഈ കറണ്ട് ഡിവിഷൻ റൂള് വായിക്കാം. ഒരു പാരലൽ സർക്യൂട്ട് ആക്ട് ആസ് എ കറണ്ട് ഡിവൈഡർ. എപ്പോഴും ഒരു പാരലൽ സർക്യൂട്ട് കറണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രം പറയാം. ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ റെസിസ്റ്റർ R1 കണക്ട് ചെയ്തിട്ടുണ്ട്, R2 വന്ന് പാരലൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ R1 റെസിസ്റ്ററിൽ I1 കറണ്ട് ഫ്ലോ ആവും, R2 റെസിസ്റ്റൻസിൽ I2 കറണ്ട് ഫ്ലോ ആവും. എന്ന് വെച്ചാൽ പാരലൽ സർക്യൂട്ടാണ്. ഒരു പാരലൽ സർക്യൂട്ട് ആകുമ്പോൾ കറണ്ട് ഡിവൈഡ് ആകും, അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഒരു പാരലൽ സർക്യൂട്ട് ആക്ട് ആസ് എ കറണ്ട് ഡിവൈഡർ, കറണ്ടിനെ ഡിവൈഡ് ചെയ്യും ഒരു പാരലൽ സർക്യൂട്ട്. ഓക്കെ, നെക്സ്റ്റ് സോ ഇതൊരു ചെറിയ ഡെറിവേഷൻസ് ആണ്, ഇത് പെട്ടെന്ന് മനസ്സിലാവൂ എന്തോ നോക്കാം. നെക്സ്റ്റ് നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ, നമുക്ക് ഓംസ് ലോ അറിയാം അല്ലേ? ഓംസ് ലോ ആണ് പറയുന്നത് V is equal to I into R. ഓക്കെ, സോ ഓംസ് ലോ ആണ് പറയുന്നത് V is equal to I into R. സോ അതിലിരുന്ന് നമുക്ക് എടുക്കാനുള്ളത് ഇതെങ്ങനെ മനസ്സിലായോ? V is equal to I into R. അപ്പോൾ നമുക്ക് I ആവശ്യമാണെങ്കിൽ I മാത്രം അവിടെ വരും, V/R എന്ന് വരും അല്ലേ? അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഓംസ് ലോ പടി ഇപ്പോൾ നമുക്ക് I equal to V/R വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്താ? I1 I2. അപ്പം ഒരു പാരലൽ സർക്യൂട്ടിലെ വോൾട്ടേജ് സെയിം ആണ്, അതുകൊണ്ട് അത് നമുക്ക് V എന്ന് തന്നെ എടുക്കാം. I1 ഇവിടെ R1 ഇട്ടു. So I2 equal to V/R2. Okay, then let R is the equivalent resistance of the circuit, then it is given by ഈ R എന്ന് പറയുന്നത് നമുക്ക് രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ? R1 R2 എന്ന് പറയുന്ന രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ ഈക്വൽ റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാരലൽ സർക്യൂട്ട് നമുക്ക് റെസിസ്റ്റൻസ് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ആൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താണ് 1/R equal to 1/R1 plus 1/R2. സോ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഒരു പാരലൽ സർക്യൂട്ട്, നമ്മൾ ഒരു പാരലൽ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഈക്വൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യും? 1/R equal to 1/R1 plus 1/R equal to 1/R1 plus 1/R2. ഓക്കെ, സോ നമുക്ക് ഇത് എങ്ങനെ LCM എടുത്ത് അങ്ങനെ രീതിയിൽ ചെയ്യണം. R1 R2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ R1 plus R2 R1 R2 1/R എന്ന് വരും. ഓക്കെ, സോ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് R ആണ്. 1/R ആരാക്കാനാണെങ്കിൽ നമുക്ക് റിവേഴ്സിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ R1 R2 ഡിവൈഡ് ബൈ R1 plus R2 എന്ന് വരും. ഓക്കെ, സോ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എടുക്കാം. ദെൻ വേറെ ഒന്നല്ല, ആദ്യം ഓംസ് ലോയിലിരുന്ന് I1 I2 എടുത്തു, ഈക്വൽ റെസിസ്റ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ആൾസോ ഫ്രം ദ സർക്യൂട്ട് വി ഗെറ്റ് I equal to V/R അല്ലേ? I equal to V/R ആണ്. നമുക്ക് ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ കറണ്ട് എന്താണ്? I മീൻസ് V/R ആണ്. V കൊടുത്തിട്ടുണ്ട്, 1/R ആണ്. ഇവിടെ നമുക്ക് R ആണ് ഉള്ളത്, അതിന് നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ R1 plus R2 ഡിവൈഡ് ബൈ R1 R2 എന്ന് വരും. സോ ഈ ഈക്വേഷൻസ് നമുക്ക് രണ്ടാമത്തെ ഈക്വേഷൻ ആയിട്ട് എടുക്കാം. ദെൻ നെക്സ്റ്റ്, ബട്ട് വി നോ ദാറ്റ് വോൾട്ടേജ് അക്രോസ് ബോത്ത് റെസിസ്റ്റൻസ് ഇൻ സെയിം. അപ്പോൾ V equal to I1 R1 I2 R2 നമുക്കറിയാം അല്ലേ? ദെൻ ഇത് നമുക്ക് മൂന്നാമത് ഈക്വേഷൻസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇതൊരു ഈക്വേഷൻ, ഇത് രണ്ടാമത് ഈക്വേഷൻ, ഇതൊരു മൂന്നാമത് ഈക്വേഷൻസ്. ഈക്വൽ റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് R കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ട് ഓക്കെ, ടോട്ടൽ കറണ്ട് ടോട്ടൽ റെസിസ്റ്റൻസ് R കണ്ടുപിടിച്ചു, ടോട്ടൽ കറണ്ട് Iയും ടോട്ടൽ വോൾട്ടേജ് Vയും കണ്ടുപിടിച്ചു. ഓക്കെ, സോ 1 2 3 ഈക്വേഷൻസ് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഹെൻസ് ഫ്രം ദി ഈക്വേഷൻസ് 2 and 3 വി ഫൈനലി ഗെറ്റ് ഈ 2ലെയും 3യിലിരുന്ന് ഈ 2ലെയും 3ലെയും ഇരുന്ന് നമുക്ക് എന്താ കിട്ടണമെന്ന് വെച്ചാൽ I ഈക്വൽ ടു ഈ ഈ ഈക്വേഷനിൽ ഈക്വേഷൻ I ഈക്വൽ ടു V/R ആണ്. V ഇവിടെ അറിയാം I1 R1
ആര് 1/r ആണ്, അതെയും നമുക്കിവിടെ എഴുതിയിട്ടുണ്ട്. ഐ കിട്ടി. ഓക്കെ, ഐയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ദെൻ ഓക്കെ, ഇതാണ് ഐ ഈക്വൽ ടു v/r നമ്മൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഐ ഈക്വൽ ടു v/r ഈ വിங்கிற വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഐ ഈക്വൽ ടു വിന് പകരം I1 R1 ഇട്ടു, 1/r R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R1 R2 ഇട്ട് കഴിഞ്ഞു. ഇപ്പം ഇവിടുത്തെ R1ഉം ഇവിടുത്തെ R1 ക്യാൻസൽ ആവും. റിമൈനിങ് I1 R1 പ്ലസ് R2 ഡിവൈഡഡ് ബൈ R2 കിട്ടും. ദെൻ I1 ഈക്വൽ ടു I1 ആണ് നമുക്ക് ആവശ്യമുള്ളത് അല്ലേ. ഒരു അമ്മീറ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് I1 ആണ് ആവശ്യമുള്ളത്. I1 ആവശ്യമാണെങ്കിൽ I1 ഇവിടെ ഉണ്ടാവും, I ഇവിടെ ഉണ്ട്, R2 ക്രോസിൽ പോവും, R1 പ്ലസ് R2 താഴോട്ട് വരും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈ വാല്യൂ. ഓക്കെ, I1 ഈക്വൽ ടു IR2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. ഇത് നാലാമത്തെ ഈക്വേഷൻസ്. ഓക്കെ, അപ്പം ഇത് കണക്ക് തന്നെ I1 കണ്ടുപിടിച്ചു. ഇത് കണക്ക് തന്നെ നമുക്ക് I വെച്ചിട്ട് I2 R2 അവിടെ കണ്ടുപിടിക്കാം. അവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ I2 ഈക്വൽ ടു IR1 പ്ലസ് R2 പ്ലസ് R2 എന്ന് വരും. അപ്പോൾ ആദ്യം മനസ്സിലാക്കാനുള്ളത് I1 കറണ്ട് IR2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2ഉം I2 കറണ്ട് IR1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ് വരുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ I1 കറണ്ട് ടോട്ടൽ കറണ്ടും ഡിപ്പെൻഡ് ചെയ്യും, പ്ലസ് അടുത്തുള്ള റെസിസ്റ്റൻസ്, തൊട്ടടുത്ത റെസിസ്റ്റൻസിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ്. ദെൻ R1 പ്ലസ് R2 ടോട്ടൽ റെസിസ്റ്റൻസിൻ്റെ ആഡിങ്. സോ ഇങ്ങനെ ഈ ഒരു കാൽക്കുലേഷൻ പടി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു I1 കിട്ടും. ഓക്കെ, ഇത് കണക്കെ തന്നെ ഈ ഒരു സർക്യൂട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് അമ്മീറ്റർ വെച്ച് മെഷർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ തിയറിറ്റിക്കലായിട്ട് കിട്ടുന്ന വാല്യൂ തന്നെ അവിടെ അമ്മീറ്ററിലേയും കിട്ടും. മനസ്സിലായോ? സോ ഇതാണ് അതിനുള്ള റിലേഷൻ, തിയറിറ്റിക്കൽ പ്ലസ് പ്രാക്ടിക്കലിലുള്ള റിലേഷൻ. സോ അത് കണക്ക് തന്നെ I2 കറണ്ട് IR1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. മനസ്സിലായോ? ഓക്കെ, സോ ഇതാണ് പറയുന്നത് നമുക്കൊരു ഓപ്പോസിറ്റ് ബ്രാഞ്ചസിലുള്ള റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യും, താഴെ സം ഓഫ് ഓൾ റെസിസ്റ്റൻസ് ആണ്. മനസ്സിലായോ? മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ കറണ്ട്. ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് ഇതിൻ്റെ ഒരു ഇതായിട്ടാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് കറണ്ട് ഡിവിഷൻ റൂൾ. കറണ്ട് ഡിവിഷൻ റൂളിൽ മനസ്സിലാക്കാനുള്ളത് I1 കറണ്ട്, ഈ I1 കറണ്ടും നെക്സ്റ്റ് ഈ I2 കറണ്ടും. IR1 ഇവിടെ ആണെങ്കിൽ IR2 കണ്ട, ഒരു I1 കറണ്ടിൽ അടുത്ത ബ്രാഞ്ചസിലുള്ള റെസിസ്റ്റൻസും ഇവിടെ കണ്ട I2 R1 റെസിസ്റ്റൻസുമായിട്ടാണ് മുകളിൽ പറയണത്. ഓക്കെ, സോ നെക്സ്റ്റ് ബ്രാഞ്ചസുള്ള റെസിസ്റ്റൻസിനെ ഇത് ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കറണ്ട് ഡിവൈഡ് ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ എന്ന് പറയുന്നത് ഇതൊരു സർക്യൂട്ടാണ്, ഇതൊന്ന് നോക്കണം. ഇതൊരു സീരീസ് സർക്യൂട്ടാണ്. ഒരു വോൾട്ടേജ് സോഴ്സിൻ്റെ കൂടെ ഒരു സീരീസിലായിട്ടാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീരീസ് സർക്യൂട്ടാണ്. സീരീസ് സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് വേരി ആവും, ഡ്രോപ്പ് ആവും. ഓക്കെ, ഇതാണ് ക്രിച്ച്ഓഫ്. ഇവിടെ നമുക്ക് ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. നമുക്കൊരു വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, ഇവിടെയും നമുക്കൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആവും. ഓക്കെ, അപ്പോൾ ഒരു സീരീസ് സർക്യൂട്ടിൽ കറണ്ട് സെയിം ആണ്, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ്, ഇവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവും. ഓക്കെ, R1 R2 റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ R1 ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പിന് V1 എന്ന് പറയും, ഇവിടെ ഉണ്ടാവുന്നത് V2 എന്ന് പറയും. T എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇത് നമുക്ക് ചേഞ്ച് ആവും, വേരിയബിൾസ് ആണ്, അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് T എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ ഞാൻ ഇങ്ങോട്ട് തന്നെ വരാം. ഇതിൽ നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ്? സോ നമുക്ക് ഇത് സർക്യൂട്ട്സ് വന്നിട്ട് നമുക്ക് പൊട്ടൻഷ്യൽ ഡിവൈഡറായിട്ട് യൂസ് ചെയ്യാം. അതായത് വോൾട്ടേജ് നമുക്ക് എവിടെയൊക്കെ ഡിവൈഡ് ചെയ്യണോ അവിടെയൊക്കെ നമുക്ക് ഈ വോൾട്ടേജ് ഡിവൈഡറായിട്ട് നമുക്ക് ഒരു സീരീസ് സർക്യൂട്ട് ഉപയോഗിക്കാനാണ് ഇവിടെ പറയുന്നത്. ദെൻ ഓംസ് ലാ, നമുക്ക് ഓംസ് ലാ അറിയാം, V = I × R. From the above equations we can get the following equations. V1 നമുക്കറിയാം V = I × R ആണ്. അതാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് V1 എന്ന് പറയുന്നത് I കറണ്ട് കോമൺ ആണ്, R1 അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. V1 = R1 I. Then V2 വോൾട്ടേജ് V2
V2 എന്ന് പറയുന്നത് R2 into I of t. അപ്പോൾ I എന്നത് ഒരു സീരീസ് സർക്യൂട്ടിലെ കോമൺ ആണ്. അതാണ് നമുക്ക് ഈക്വേഷൻസ് 1 and 2. ദെൻ ഞാൻ പറഞ്ഞത് തന്നെ അപ്ലൈയിങ് KVL ക്രിച്ചോഫ് വോൾട്ടേജ് ലോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ക്രിച്ചോഫ് വോൾട്ടേജ് ലോ എന്നാ പറയുന്നത് അൽജിബ്രിക് സം ഓഫ് വോൾട്ടേജ് ഡ്രോപ്പ് ഒരു ക്ലോസ്ഡ് പാത്തിൽ 0. മനസ്സിലായോ? സോ 0 എന്ന് പറയാൻ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് എന്തെന്ന് വെച്ചാൽ ആദ്യം ഈ സർക്യൂട്ട് മനസ്സിലാക്കണം. പൊലാരിറ്റി മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് എന്ന് പറയാനുള്ള പൊലാരിറ്റിയെ മനസ്സിലാക്കണം. ഓക്കെ, സോ നമ്മൾ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ്, ഓക്കെ, ഈ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് ആ വാല്യൂവിനെ പോസിറ്റീവിന് എടുക്കും. നെഗറ്റീവ് ടു പോസിറ്റീവ് ആണെങ്കിൽ ആ വാല്യൂവിനെ നമ്മൾ നെഗറ്റീവിന് എടുക്കും. ഓക്കെ, സോ നമ്മൾ എപ്പോഴും ഒരേ ഡയറക്ഷനിലാണ് കൊണ്ടുപോകുന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഒരു ക്രിച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒറ്റ ഒരു ഡയറക്ഷനിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം. ഓക്കെ, സോ ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ +2 മൈനസ് +2 മൈനസ് -2 പ്ലസ്. ഓക്കെ, സോ +2 മൈനസ് V1 of t അത് പ്ലസ് ആണ്. അപ്പോൾ പ്ലസ് V1 of t പ്ലസ് V2 of t മൈനസ് V of t എന്നു വെച്ചാൽ -2 പ്ലസ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് കൊടുക്കാനുള്ള സിമ്പിൾ നെഗറ്റീവ് ആണ്. ഓക്കെ, സോ മൈനസ് V of t പ്ലസ് V1 of t V2 is equal to 0. ഓക്കെ, ഇതിന് ഒവ്വൊന്നിനും ഒരു വാല്യൂ ഉണ്ടെങ്കിൽ വെച്ചോ. സോ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പം V of t ഈ മൈനസ് V of tന് നമുക്ക് ഈക്വൽ ഉണ്ട് ഇപ്പുറത്തെ സൈഡ് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് V of t ഈക്വൽ ടു V1 of t V2 of t കിട്ടും. ഓക്കെ, ദെൻ ദർഫോർ അപ്പോൾ V of t ഈക്വൽ ടു V1 of t V2 of t യുടെ വാല്യൂ നമുക്കറിയാം. R1 I of t പ്ലസ് R2 I of t കോമൺ ആണ്. I of t കോമൺ ആയിട്ട് എടുത്ത് R1 പ്ലസ് R2 നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇവിടെ നിന്ന് നമുക്ക് എന്തെടുക്കാം? I of t എടുക്കാം. I of t മീൻസ് I of t മാത്രം എടുത്തിട്ടുണ്ടെങ്കിൽ I of t അവിടെ ഉണ്ടാവും. V of t ഡിവൈഡഡ് ബൈ R1 ബൈ R2 ഉണ്ടാവും. മനസ്സിലായോ? V of t ഈ V of tയിലാണ് ഈക്വൽ ടു V1 of t V2 of t. V1ന് നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, V1 of tന് ഈ V1 of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. V2 of tന് ഈ V2 of t നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊണ്ടുവന്നു. ദെൻ I of t മാത്രം നമുക്ക് ആവശ്യമാണെങ്കിൽ I of t മാത്രം ഇവിടെ വയ്ക്കുക. V of t ഇവിടെ ഉണ്ടാവും ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഉണ്ടാവും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഈക്വേഷൻ. ഓക്കെ, ദെൻ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 3 in 1 and 2 ഈക്വേഷൻ. മനസ്സിലായോ? ഈ 3 ഈക്വേഷൻസിന് 1ലെയും 2ലെയും ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ V1 of t ഈക്വൽ ടു R1 I of t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഓക്കെ, സോ അപ്പം ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V1 of t ഈക്വൽ ടു R1 I of tന് പകരം ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിൻ്റെ ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. V of t R1 ഇവിടെ എടുത്ത് ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇട്ട് ബ്രാക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ അത് കണക്ക് തന്നെ V2 of tയിലെയും V of R2 ഇട്ടു. I of tന് പകരം V of t ഡിവൈഡഡ് ബൈ R1 പ്ലസ് R1 ഇട്ടു. നമുക്ക് ഈ വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പം നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത് ഈ 2 വാല്യൂ ആണ്. അപ്പം V1 of t എന്ന് പറയുന്നത് V of t R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. V2 of t എന്ന് പറയുന്നത് V of t ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ആണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓൺ റെസിസ്റ്റർ. ഇപ്പം V1 of tയുടെ വാല്യൂ ആണ് ഇത്. V1 of tൻ്റെ വാല്യൂ ആണ് ഇത്. അപ്പം V1 of tங்கிறது ടോട്ടൽ വോൾട്ടേജും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അതിൻ്റെ റെസിസ്റ്റൻസ് അതിലുള്ള റെസിസ്റ്റൻസ് R1 അതിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യും പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ്. V2 of tയിലും അതിന് ടോട്ടൽ വോൾട്ടേജും അതിനുള്ള റെസിസ്റ്റൻസ് R2. ഓക്കെ, സോ അതിനെയാണ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് വരണത്. ഓക്കെ, സോ ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ.
ഈ വോൾട്ടേജ് ഡിവിഷൻ റൂൾ ഈ ഫോർമുല വെച്ച് തന്നെ നമുക്ക് വോൾട്ടേജ് തിയററ്റിക്കലായിട്ട് ചെയ്തു വരാം. സോ അതേ സർക്യൂട്ട് തന്നെ നമുക്ക് ഒരു എവിടെയോ കണക്ട് ചെയ്ത് ഒരു ബ്രെഡ് ബോർഡിലോ കണക്ട് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ വാല്യൂ തന്നെ കിട്ടും. ഓക്കെ, സോ ഇതാണ് വോൾട്ടേജ് ഡിവിഷൻ റൂൾ ആൻഡ് കറണ്ട് ഡിവിഷൻ റൂളിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, സോ ഇത്ര തന്നെ ഇന്നത്തെ ക്ലാസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ക്രിച്ച്ഓഫ് വോൾട്ടേജ് ലാ ആൻഡ് ക്രിച്ച്ഓഫ് കറണ്ട് ലാ, ദെൻ കറണ്ട് ഡിവിഷൻ റൂൾ, വോൾട്ടേജ് ഡിവിഷൻ റൂൾ. ഓക്കെ, വോൾട്ടേജ് ക്രിച്ച്ഓഫ് ലോ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ട് നല്ലോണം പഠിക്കണം. പിന്നെ ഈ റൂളും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഇത് ഒരു ഡെറിവേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കണം, ഒരു പ്രാവശ്യം കൂടെ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് നോക്കാം. പിന്നെ എന്തെങ്കിലും നോട്ട് കറക്റ്റായിട്ട് എഴുതി പോകണം കേട്ടോ. ഇനി ഒരുപാട് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. സോ നോട്ട്സും പ്ലസ് കറക്റ്റായിട്ട് നോട്ടിൽ തന്നെ ക്ലിയർ ആയിട്ട് എഴുതി പോയാൽ കൊള്ളാം, എളുപ്പമായിട്ട് നമുക്ക് പഠിക്കാനൊക്കെ പറ്റും. ഓക്കെ, താങ്ക് യു.